നമ്മളിതിന് മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൽ എന്ന് വെച്ചാൽ നമ്മുടെ ബിയർ കുപ്പിയും പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ പറക്കുന്നത്. എൻ്റെ ബാക്കി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചെല്ലഞ്ചി പാലത്തിൻ്റെ കീഴിലാണ്, എന്ന് വെച്ചാൽ അതിൻ്റെ അടിയിലാണ്. നമ്മുടെ ഈ ആറ്റിൻ്റെ കരയിലേക്കായിട്ട് കുറച്ച് പ്ലാസ്റ്റിക് കുപ്പികളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ പറക്കാനും പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നമ്മളെ വീട്ടിലേക്ക് പോകുന്ന സൈഡിലൊക്കെ കിടക്കുന്ന റോഡ് സൈഡിലൊക്കെ കിടക്കുന്ന കുറച്ച് പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ എടുക്കുന്നതിൻ്റെ വിശേഷം നിങ്ങളെ കാണിക്കാനും എടുക്കാനൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ കൂടെ നിൽക്കണം. ഞാൻ വീഡിയോ എടുത്തപ്പോൾ എൻ്റെ വോയിസ് ഒന്നും ക്ലിയർ ആയിട്ട് കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ വീട്ടിൽ വന്നിരുന്ന് റെക്കോർഡ് ചെയ്തതാണ് ഞാൻ സംസാരിച്ചതൊന്നും കൂടെ. അതുകൊണ്ട് ചെറിയൊരു ലിപ്പ് വ്യത്യാസവും കാര്യങ്ങളൊക്കെ കാണും. വലിയ കാര്യമൊന്നും ആക്കരുത്. നമ്മൾ ഈ പറക്കുന്ന ബോട്ടിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ പുറത്തുനിന്ന് വണ്ടി വിളിക്കുകയല്ല ചെയ്തത്. എനിക്ക് നമ്മുടെ കൂടെ സ്വന്തമായിട്ടൊരു ബേക്കറിയുടെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ കമ്പനിയൊക്കെ പൂട്ടിക്കെട്ടി പോയി. പക്ഷേ ആ വണ്ടിയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ കണ്ടെയ്നർ വണ്ടിക്കകത്ത് നമ്മുടെ സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പോവാം. അങ്ങനെ ഒരു പൊട്ടിയ കമ്പനിയുടെ വണ്ടിയൊക്കെ ആയിട്ടാണ് ഞാൻ ചാർജ് എടുത്തുകൊണ്ട് ഈ ബാക്കി പറക്കുന്ന വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ വണ്ടി ചാർജ് വെച്ചിട്ടാണ് ഞാൻ ബാക്കി വീഡിയോസ് എടുക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടി. എൻ്റെ നമ്മൾ പറക്കി വെച്ചിട്ടുള്ള ബോട്ടിലെ കാര്യങ്ങളെല്ലാം നമ്മൾ വണ്ടിക്കകത്ത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോണ പോക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉള്ള കുപ്പികളും കാര്യങ്ങളൊക്കെ പറക്കാം. ഞാൻ വണ്ടി എടുത്ത് പോകാൻ സമയത്താണ് നമ്മുടെ ചെല്ലഞ്ചേരി താഴ്വരമില്ലേ, ഇടിയെട്ടിൻ്റെ താഴെ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അത്യാവശ്യം ഒരു ചാക്കോളം കുപ്പി അതിൻ്റെ താഴെ കിടപ്പുണ്ട്. വീറ് കുപ്പിയൊന്നുമില്ല, മൊത്തം പ്ലാസ്റ്റിക് കുപ്പി. ഇവിടെയൊക്കെ വന്നിരുന്ന് വണ്ടിയിലൊക്കെ വന്നിരുന്നിട്ട് കുടിച്ചിട്ട് കളയുന്ന കുപ്പികളല്ലേ, അതാണ് കൂടുതലും കിടക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയില്ല, ഞാനൊന്ന് കാണിച്ചു തരാം. കാണാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചിട്ട് എൻ്റെ ക്യാമറയിൽ എന്തായാലും പതിയുന്നില്ല, അത്രയും ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും. ഞാൻ താഴെ ചെന്ന് അത് പറക്കുന്നതിൻ്റെ ഇത് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ നല്ല രീതിയിൽ ടയേർഡായി. ഏകദേശം 1:30-2 മണി അടുപ്പിച്ച് കഴിഞ്ഞു. ഏകദേശം 2 മണി നമ്മൾ നല്ല രീതിയിൽ തളർന്നിട്ട് നിൽക്കുകയാണ്. കാരണം വെച്ചാൽ നമ്മളൊരു 10-11 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം ഒരു 2 മണി കഴിഞ്ഞു. വിശപ്പായേ ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഇതുവരെ വന്നതാണ്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരുന്നത് എണ്ണ ചിലവ് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ എന്ത് ചെയ്യാം, കണ്ടതെന്തായാലും പറക്കാതെ പോകുന്നത് മോശമല്ലേ. അതുകൊണ്ട് നമ്മൾ അത് പറക്കിയിട്ട് പോകാമെന്നുള്ള പ്ലാനിലാണ് ഞാൻ നിൽക്കുന്നത്. വഴി നല്ല കാടും പടലുമാണ്, നമുക്ക് നോക്കാം, കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തായാലും വഴി. നമ്മുടെ സെൽഫി സ്റ്റിക്കോ അല്ല മറ്റേ ചപ്പിയൊരു സാധനമൊന്നും എടുത്തിട്ടില്ല. സെൽഫി സ്റ്റിക്കല്ല, ഒരു പഴയൊരു ക്യാമറ അനിയഞ്ചക്കുന്നുണ്ടായിരുന്നു. അനിയഞ്ചക്ക് നമ്മുടെ വലിയ മെറ്റോ. അപ്പോൾ അവൻ്റെ ക്യാമറ അവിടെ ഒടിഞ്ഞ് കിടന്നത് നമ്മളെന്ത് ചെയ്ത് ഞാനതിനെ എടുത്ത് നമ്മുടെ സെൽഫി സ്റ്റിക്കിൻ്റെ മൊബൈൽ വയ്ക്കുന്ന ടൈപ്പിൽ സാധനമില്ലേ, അത് വീട്ടിൽ കിടപ്പുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് തന്നെ കാണാം, അത്യാവശ്യം തോനെയും കുപ്പികൾ ഇവിടെ കിടപ്പുണ്ട്. ഇത് കണ്ടിട്ട് ഞാൻ എങ്ങനെയാണ് ഇത് പറക്കാതെ പോകണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ തന്നെ അത്യാവശ്യം ഒരുപാട് കുപ്പികൾ കിടപ്പുണ്ട്. പറ്റുന്നതങ്ങ് പറക്കാം. ഓക്കെ, കടന്നു പോരെ. ശരി, എന്നാൽ ഞാൻ എടുക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എന്തായാലും ഇത് പറക്കി തീർന്നിട്ട് എടുക്കാം. മൊബൈൽ ഇവിടെ വയ്ക്കാനും പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വയ്ക്കാനൊക്കെ പറ്റും, എൻ്റെ മൊബൈലിൽ അത്ര സ്റ്റോറേജ് ഉള്ളൂ. വീഡിയോസുകൾ കയറുന്നതോറും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നില്ല. അത് ഞാൻ മുഴുവിപ്പിക്കുന്നില്ല. ഞാനത് പറക്കി തീർന്നിട്ട് അടുത്ത വീഡിയോ കാണിച്ചു. ഓക്കെ, കുഞ്ഞു കൂടെ ഉള്ളതല്ലേ, അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ ഗ്ലൗസ് ഇല്ലാതെയാണ് ഞാൻ കുപ്പി കാര്യങ്ങളൊക്കെ പറക്കിയത്. ഈ മൊബൈൽ പിടിക്കുന്നത് പോലും ഗ്ലൗസ് ഇല്ലാതെ ഇട്ട കൈ കൊണ്ടാണ് ഈ കുഞ്ഞ് ഈ മൊബൈലൊക്കെ വെച്ച് കടിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നറിയില്ല. വീട്ടിൽ തന്നെ സാനിറ്റൈസറാക്കിയിട്ട് ഒന്ന് കഴുകണം. ഇപ്പോൾ എന്തായാലും ആറ്റിലോട്ട് ഇറങ്ങിപ്പോയി ഞാൻ പോയി എൻ്റെ കൈ ഒന്ന് കഴുകിയിട്ട് വരാം. കൈയും മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാം. പിന്നെ ഓവറായിട്ട് സംസാരിച്ച് വെറുപ്പീരാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സംസാരിക്കാൻ ഇത്തിരി ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ഓവർ സംസാരം വേണ്ട, പ്രവൃത്തി മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളെങ്ങനെ ബോറടിപ്പിക്കാതെ നിന്ന് വീഡിയോ എടുക്കണമെന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ബോറടിപ്പിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. അത് ബോറടി ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഒരു വീഡിയോസ് കാണുമ്പോൾ ചെറിയ വെറുപ്പിലൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകണം. പിന്നെ അതിൻ്റെ കാര്യമില്ലല്ലോ. എന്തായാലും കൈയും കാലൊക്കെ ഞാൻ കഴുകിയിട്ട് ഇറങ്ങി വരാം. അങ്ങനെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ആറ്റിൻ്റെ വെള്ളത്തിൽ കിടന്ന് കളിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് രണ്ടും കൂടെ. ശരി, അപ്പോൾ നമ്മൾ ചെല്ലഞ്ചിയിൽ നിന്ന്
ഇവിടെ വാങ്ങിയാണ് പിന്നീട് വീതി. നമ്മളിപ്പോൾ റോഡ് സൈഡിലോട്ട് നമ്മൾ പറക്കാനായിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ അറിയാമല്ലോ റോഡ് സൈഡാണ്, പിന്നെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളിൽ നിന്ന് പോയി ഒരു മാസ്കും ഗ്ലൗസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം മാസ്കും ഗ്ലൗസൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അറിയില്ല മൂത്രം ഒഴിച്ചതും കുട്ടിയും മൂത്രം അങ്ങനെ വേസ്റ്റാണ്. നമ്മൾ ഗ്ലൗസും മാസ്കും ഉപയോഗിക്കുന്ന ഏറ്റവും ബെറ്റർ ആണെന്ന് തോന്നി, അതുകൊണ്ടാണ് നമ്മളിത് ഉപയോഗിച്ചത്. പിന്നെ നമ്മളിപ്പോൾ ഈ റോഡ് സൈഡിൽ ഒരു കാട് ഏരിയ ആണെന്നും പറയാം. കാട് ഏരിയ അല്ല, ഒരു റോഡ് സൈഡിൽ ഒരു കുറച്ച് കാട് ഏരിയയാണ്, വീടൊന്നും ഇല്ലതിന്. അപ്പോൾ അവിടെ ഒത്തിരി വേസ്റ്റും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഇവിടെയൊക്കെ കുറേ അവിടെ ഇവിടെയൊക്കെ കുറേ ആൾക്കാർ ഈ എന്താ പറയുക വേസ്റ്റ് കുപ്പികളൊക്കെ ചാക്കിൽ കെട്ടി കവറിൽ കെട്ടി കുറേശ്ശെ കൊണ്ടിട്ടുണ്ട്. ഞാൻ ഇന്നാൾക്ക് ഇതുവഴി പോയപ്പോൾ ഇഷ്ടം പോലെ കിടന്നേന്. ഹരിതസേന പറക്കിയതാണെന്ന് അറിയില്ല. ഇപ്പം സാധനമൊക്കെ എന്തായാലും കുറഞ്ഞിട്ടുണ്ട് ഏറെക്കുറെ. അതുകൊണ്ട് ഞാൻ തന്നെ പറയില്ലേ, കുപ്പിയൊക്കെ അങ്ങനെ ഉണ്ട്. ബീർ കുപ്പിയും പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം ഉണ്ട്. ബീർ കുപ്പി, അതെ, ഒരു കവർ ബീർ കുപ്പി ചാക്കിന് പറഞ്ഞാൽ തന്നെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആരെയും കുറ്റപ്പെടുത്താനൊന്നുമില്ല. നമ്മളായാലും മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, നമ്മളെ കൊണ്ട് കഴിയും നമ്മൾ ചെയ്യുന്നു. പിന്നെ കുറ്റപ്പെടുത്തിയെന്ന് വേണ്ട, പക്ഷേ വേണ്ട, എന്തിനാണ് നമ്മൾ വെറുതെ അവരെയും കൂടെ വായിരിക്കുന്നത്. എനിക്ക് വയ്യ. അപ്പോൾ എൻ്റെ വൈഫും ആ ബാഗ് എടുക്കണം, വെള്ളവും ബാഗ് എടുക്കാനായിട്ട് പോയി. ചുറ്റി പറക്കണ്ട, മഴ വരുന്നു, ഒരു കുട എടുക്കണം. അങ്ങനെയൊക്കെ ആയിട്ട് വന്നതാണ്. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ മാസ്ക് വേണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് പറക്കാം. ഇവിടെ നിന്ന് കുറച്ച് പറക്കണ്ട. എൻ്റെ വൈഫ് വരട്ടെ, വൈഫിനെ കൊണ്ട് നമുക്ക് ക്യാമറ പിടിപ്പിക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നല്ല മഴ വരുന്നുണ്ട്, നനയാൻ വയ്യ. എൻ്റെ മൊബൈൽ നനയും, ഞാൻ നനയും, വേറെ തുണിയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വണ്ടിയിലോട്ടിരിക്കാം. മഴ കുറഞ്ഞിട്ട് നമുക്ക് പറക്കാം കേട്ടോ, നല്ല മഴ വരുന്നുണ്ട്. അപ്പം മഴയൊക്കെ ഒന്ന് തോർന്നിട്ട് നമുക്ക് വണ്ടി എടുക്കാം. എന്ത് കഷ്ടമാണല്ലേ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ തിരിഞ്ഞിറങ്ങിയാൽ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം വരും. നമുക്കൊന്ന് മാറി നിൽക്കാം. ഇവിടെ മരം തിട്ടയാണ്, ഇല്ല മരക്കൊമ്പ് ഇതൊക്കെ ഒടിഞ്ഞ് ഇവിടെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകും, നമുക്കൊരു വിഷയവും. മഴ പെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, വണ്ടിക്കകത്തോട്ട് കയറി നിൽക്കുകയാണ്. കാരണം വെച്ചാൽ നല്ല മഴയുണ്ട്, നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ മൊത്തം നനയും, അതുകൊണ്ട് നമ്മൾ വണ്ടിയിലോട്ട് കയറി ഇരിക്കുകയാണ്. ഇതല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ, നമ്മളെന്തെങ്കിലും ഒരു തുടക്കം തുടങ്ങി കഴിഞ്ഞാൽ അതിൽ ശകുനോ എന്ന് പറയില്ല, ഒരു പ്രശ്നമാണ്. പിന്നെ പുള്ളിക്കാരി വരണത് വേറെ ഒന്നുമല്ല, മൊബൈൽ പിടിച്ച് വാങ്ങിക്കാനും അതിൽ മൊബൈൽ തോണ്ടി കളിക്കാൻ വേണ്ടിയാണ് കേട്ടോ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കൈ കൊണ്ട് വരുന്നുണ്ട്. ഇതിൽ ഒരു ഹായ് വിട് ചേട്ടൻ, എൻ്റെ ചേച്ചിമാർക്കൊക്കെ, ചേച്ചി ചേട്ടന്മാർക്ക് ഒരു ഹായ് വിട്, ഹായ് വിട്. പുള്ളിക്കാരി താല്പര്യമില്ല കേട്ടോ. ഇതെല്ലാം മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, കുറയുമെന്ന് തോന്നില്ല. മേഘം മൊത്തം നല്ല രീതിയിൽ ഇരുണ്ട് കയറിയൊക്കെ നിൽക്കുകയാണ്, ചെറിയ കാണാൻ പറ്റും. മഴ എന്തായാലും കുറയുന്നുണ്ട്, കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കുറയുന്നില്ല. നമ്മളിപ്പോൾ റെയിൻകോട്ടോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമുക്കറിയാം, ഇതിപ്പോൾ നമ്മൾ അന്ന് ഞാൻ 2-3 ദിവസത്തിന് മുന്നെയാണ് ഒരു വീഡിയോ ഇട്ടത്. അന്ന് ഞാൻ മൊത്തം പറക്കാനുള്ള ഒരു സാഹചര്യം, എനിക്ക് വേറെ കുറച്ച് ജോലിയുണ്ട്, നമുക്ക് ഇതല്ലല്ലോ നമ്മുടെ ജോലി. അപ്പോൾ നമ്മൾ കിട്ടുന്ന സമയത്താണ് നമ്മൾ ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടാൻ വരുന്നത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെന്താ അറിയാം സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് വലിയ സബ്സ്ക്രൈബോ അങ്ങനെയുള്ള ആൾക്കാരൊന്നും ചെയ്യുന്നില്ല, ഒരു 10-100 പേരിനകത്തേ ഉള്ളൂ. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറേ നാളായി. പക്ഷേ എന്തോ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ തുടങ്ങി, നമ്മളെ കൊണ്ട് തുടങ്ങണം എന്ന് പറഞ്ഞ് 2-3 കൊല്ലത്തിന് മുന്നേ തുടങ്ങിയതാണ്. ഞാനിപ്പോഴാണ് വീഡിയോസൊക്കെ എനിക്ക് നല്ല രീതിയിൽ കണ്ടൻറ്റ് കാര്യങ്ങളൊന്നും ഇതുവരില്ല. എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം ചാളി അല്ലെങ്കിൽ എന്താ പറയുക വെറുപ്പിരാന്നറിയാം. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, കയറിയ കാണുക. എൻ്റെ യൂട്യൂബ് ചാനൽ ചെറിയ ഷോർട്ടായിട്ട് കിടപ്പുണ്ട്, ഒന്ന് കാണുക. വെറുപ്പിരാണെങ്കിലും അല്ലെങ്കിലും കമൻ്റ് ഇടുക, എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാമല്ലോ, നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് അറിയാമല്ലോ. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു വേറെ വെറുപ്പിക്കുന്നില്ല. മഴയൊന്ന് കുറഞ്ഞ ശേഷം നമുക്ക് പറയാം. ഇപ്പം എന്തായാലും കട്ട് ചെയ്യുന്നു. മഴ നല്ല രീതി മഴ ഒന്ന് മാറി നിൽക്കുകയാണ്. നമുക്കപ്പോൾ ഉള്ള സമയത്തിന് എന്ത് ചെയ്യാം, ഇറങ്ങി നമുക്കങ്ങ് പറക്കാം. ചെറിയ വെയിൽ കാണുന്നുണ്ട്, അപ്പോൾ എന്ത് ചെയ്യാം, പറക്കിയിട്ട് നമുക്ക് അടുത്ത വെയിലാം. അങ്ങനെ നമ്മൾ വീണ്ടും മഴ തോന്നിയിട്ടുണ്ട്. നമ്മളങ്ങനെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല ഒരു മഴയാണ് പെയ്തത്. മഴ തോന്നിയിട്ടുണ്ട്, നമ്മൾ വീണ്ടും പറക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയൊക്കെയാണ്. അത്യാവശ്യം പോസ്റ്റ് പിടിച്ച് കുറേ നാളായിട്ട് കിടക്കുന്ന കുപ്പികളൊക്കെ ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ടിങ് തുടങ്ങാം. ഇപ്പം എനിക്ക് ക്യാമറ പിടിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എൻ്റെ വൈഫിനെ കൊണ്ട് ക്യാമറ പിടിക്കാം. വൈഫിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പുള്ളിക്കാരി വീഡിയോ എടുത്ത് തരും.
ബാക്ക് ക്യാമറ കൊള്ളത്തുള്ളൂ, അഴുക്കിയാണ്, അങ്ങനെ ക്ലിയർ അല്ല. ഫ്രണ്ട് ക്യാമറയാണ് ക്ലിയർ, പക്ഷേ പുള്ളിക്കാരിക്ക് എക്സ്ട്രാ പാടില്ല ബാക്ക് ക്യാമറ. അത് മൊത്തം കുപ്പിക്കുള്ളിലാണ് ഗൈസ്. നമുക്കിവിടെ കുപ്പികളൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടി പൈലുള്ള കുപ്പികൾ തന്നെ, നല്ല കുപ്പിയില്ല. ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് കുപ്പിച്ചില്ലാണോ? കുപ്പിച്ചില്ലാണോ? കുപ്പിയാണോന്നും അറിയത്തില്ല, വേസ്റ്റ് ആണെന്നും അറിയാൻ വയ്യ. ഇത് എന്തൊക്കെ കിടക്കുള്ളൂ. ഒന്നും വാരി ഇടുന്നതല്ല അമ്മ, ഇവിടെ കിടക്കുന്നതൊക്കെ പറ്റുന്നത് വൃത്തിയാക്കിയാണ് ചെയ്യണത്. പ്ലാസ്റ്റിക് കുപ്പി, പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി കൊണ്ടുവരും, പറക്കിയിടുന്നതല്ല. ഇവിടെ ഓരോരുത്തന്മാർ കൂടെ തള്ളിയേക്കുന്നതാണ്. ഒരിക്കലും ഇല്ല അമ്മ, കൊണ്ട് തള്ളുന്നതല്ല. ഇത് നമ്മളെന്താ പറയുക, നമ്മളെ കൊണ്ട് നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിലോട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് കുപ്പി, ബിയർ കുപ്പി, അതിപ്പോൾ പരക്കി കളയേണ്ട അറിയാലോ, കൊണ്ട് കളയുന്നവർ നമ്മൾ പറ്റുന്നത് നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്നത്. അത് കുറേ പ്ലാസ്റ്റിക് സ്നാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ പ്ലാസ്റ്റിക് കുപ്പി കാര്യങ്ങളാണ് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത്. അത് കവർ ചെയ്തിരിക്കേണ്ട സാധനമല്ല അമ്മ, ഇവിടെ പരിസരം വൃത്തിയാക്കേണ്ടതാണ്. ആരും കുറ്റം പറയാൻ പറ്റുന്നില്ലല്ലോ അമ്മ. പറ്റുന്നത് നമ്മൾ ചെയ്തുകൊണ്ട്, നമുക്കിപ്പോൾ നാട് മൊത്തത്തിൽ വൃത്തിയാക്കാനൊന്നും പറ്റില്ല. പ്ലാസ്റ്റിക് കുപ്പികൾ മാത്രം പറയിക്കൊണ്ട് പോകാന്നുള്ളൊരിത് ആൾക്കാർ ചെയ്യണത് കുറച്ച് കടുപ്പം. എന്തിന് എല്ലാവരുടെ വീട്ടിലും ഹരിതകർമ്മ ചില വരുന്നുണ്ട്, എന്നാൽ കൊടുത്തൂടെ ഇതുപോലെ കൊണ്ടുവന്ന് തള്ളണം. നമ്മക്കാണ് പണി, ആശാവർക്കറാണ് ഞാൻ ഈ വാർഡിൽ, അതാണ് ഞാൻ പ്രതികരിച്ചത്. ഇവിടത്തെ ഈ ഏരിയയില ആശാവർക്കറാണ് അമ്മ. നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അമ്മ? മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നില്ലേ? അപ്പോൾ നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അത് സബ്സ്ക്രൈബ് ചെയ്തേക്കോ. നമ്മളിവിടെ തെങ്ങുംകോട് ഉള്ളതാണ്, ഇവിടെ തന്നെയാണ് നമ്മൾ. വാട്ടർ ടാങ്കില്ലേ, അതിൻ്റെ താഴെയാണ് നമ്മുടെ വീട്. നമ്മൾ സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ ചെയ്യോ? ഇല്ലല്ല, നോക്കുന്നില്ല, ബാക്കിയുള്ള നോക്കിട്ട് കാരണം നമ്മൾ അതിൻ്റെ പ്ലാസ്റ്റിക് കുപ്പി കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടെ അങ്ങ് പറയിക്കൊണ്ട് പോകാൻ വേണ്ടി നോക്കിയതാണ്. ഇത് ഹരിതസേന ഒന്നും പറക്കത്തില്ല, അവര് വീടുകളൊന്നും മാത്രമേ പറക്കത്തുള്ളൂ. അപ്പൊ ഇതിങ്ങനെ ഇവിടെ കിടക്കുന്നൊക്കെ ആര് പറക്കണം അമ്മ? അത് പിന്നെ നമുക്ക് ഒരു കവർ നിറച്ച് ബിയർ കുപ്പി ഇട്ടിട്ടുണ്ട്, ഒരു കവർ നിറച്ച്. അതുപോലെ തന്നെ ഒരു ചാക്ക് കിടക്കുന്നു, അതിൽ പ്ലാസ്റ്റിക് കുപ്പിയാണോ ബിയർ കുപ്പിയാണോ നമുക്ക് അറിയാം. ഇതൊന്ന് കാണിച്ചതാ, ഇതും കൂടെയൊക്കെ നമുക്കൊന്ന് പറക്കി കളക്ട് ചെയ്യാം. ഇത് മൊത്തം വേസ്റ്റാണ് പോയി, കാരണം പ്ലാസ്റ്റിക് കവറോ അങ്ങനെ എന്തോ വേണ്ടിയാണ്. ഇതിനകത്ത് കുപ്പികളൊന്നും കിടക്കുന്നില്ല, നമുക്ക് തട്ടി നോക്കാൻ മനസ്സിലാവുന്നുണ്ട്. ബിയർ കുപ്പിയൊക്കെ എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം വൃത്തിയാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം എന്നെ കൊണ്ട് ആ ഒരു സാഹചര്യം നമുക്ക് വൃത്തിയാക്കാം.
കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് വേറൊരു കാര്യമാണ്, അത് വഴിയെ പറഞ്ഞുതരാം. എല്ലാം പൊട്ടണ കുപ്പികൾ, നോർമൽ കുപ്പികളാണ്. നമുക്ക് കൊണ്ടുപോയിട്ട് ഉപയോഗം കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. അല്ലെങ്കിൽ നമുക്ക് അതും കൂടെ ഒക്കെ നിർത്തുന്നത് ചെയ്യാൻ. ഇപ്പം ബിയർ കുപ്പി, കുറച്ച് പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം കൂടെ ഏതാ കടയിൽ ഉപയോഗിച്ചാണെന്ന് അറിയാൻ വയ്യ. പറ്റുള്ളൂ, അപ്പോൾ ഇനി ചാക്കിലോട്ട് ഇടാമല്ലേ. അതുപോലെ പൊട്ടിച്ച് നേരെ തന്നെ ഏകദേശം ഒരു ചാക്ക് നിറയാറായി. ഞാൻ ഒരു ചാക്ക് കാണത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് കുറച്ച് എടുത്തോ. എല്ലാം കൂടെ താങ്ങിക്കൊണ്ട് പോകാൻ പറ്റില്ല. കുറച്ച് പ്ലാസ്റ്റിക് പറക്കി വണ്ടിക്കകത്ത് കൊണ്ടിട്ടിട്ട് അടുത്തൊരു ചാക്കുമായിട്ട് വരാം. ഇത് നമുക്ക് വാടി പറക്കി ചാക്കിൽ നിടാൻ പറ്റും. വെച്ചാൽ വണ്ടിയിലല്ലേ, അങ്ങോട്ട് പോണ പോക്കിന് ഇതെല്ലാം എന്ത് ചെയ്യും, പൊട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇതുപോലത്തെ പെട്ടിയിൽ അടുക്കി വെച്ചുകൊണ്ടാണ് പോകുന്നത്. കുപ്പി പൊട്ടാൻ നമുക്ക് സുരക്ഷിതത്തിൽ കിട്ടും. പൊട്ടിക്കഴിഞ്ഞാൽ അറിയാം മെനക്കേടാണ്, അതൊരു ബുദ്ധിമുട്ടാണ്. അടിച്ചു ഇനി നമുക്ക് കുറച്ചും കൂടെ കിടപ്പുണ്ട്, നമുക്ക് അതും കൂടെ ഒക്കെ പോയി എടുത്തും ചെയ്യാം. ഈ കുറച്ചും കൂടെ ഉള്ളു പറക്കാനായിട്ട്, ഇനി കുറച്ച് സ്ഥലത്തും കൂടെ ഒക്കെ ആയിട്ട് നമുക്ക് പറക്കാനുള്ളൂ. അപ്പോൾ അതും കൂടെ ഒക്കെ പറക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി വീഡിയോസ് കാണാം. പിള്ളേരെ ഡൈപ്പറാണല്ലേ ഇത്? എന്നായിരുന്നു അത് മാത്രം സംശയം. ഇത് പിള്ളേരെ ഡൈപ്പറാണെന്ന് തോന്നുന്നു കേട്ടോ ഇത് സംഭവം. ഒതുക്കി ഇട്ടേക്കാം. നമുക്ക് വാങ്ങിച്ച് എന്തായാലും നന്നായല്ലേ. പറ്റില്ല, നമ്മളിത് എടുത്ത് മാറ്റണ ആരെയും കണ്ടിട്ട് എന്ന് വിചാരിക്കും നമ്മൾ കൊണ്ട് തട്ടിയത് എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്കും നല്ല ടീംസാണ് നമ്മുടെ നാട്ടുകാർ. നമുക്ക് ഇതെന്ത് പറ്റിയാണെന്ന് പ്രതീക്ഷല്ല. ഇതും ബിയറുപ്പി തന്നെയാണ്. ദൂരെ അതിനെ ദൂരെ നമ്മൾ മൊത്തത്തിൽ എടുക്കും. മനസ്സിലായി? ഇതും അത്യാവശ്യം ഇവിടെ ബിയറുപ്പിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ണ്ടല്ലേ
നമ്മൾ പറക്കിയെടുത്ത പ്ലാസ്റ്റിക് കുപ്പികളും ബിയർ ബോട്ടിലുകളും നമ്മളിവിടെ സ്ക്രാപ്പ് കടയിൽ കൊടുക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇത് കൊടുത്ത് എത്ര രൂപ കിട്ടുമെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഇവിടുത്തെ ജോലിക്കാർ തന്നെ വന്ന് നമ്മളെ വണ്ടിയിൽ നിന്ന് തുറന്ന് നമ്മളെടുക്കണ്ട, അവർ തന്നെ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് വേർതിരിക്കുകയാണ്. ഈ ബിയർ ബോട്ടിൽ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ വേർതിരിച്ച് എടുക്കുന്നു. അങ്ങനെ ഞാൻ ഇടയ്ക്ക് വെച്ച് അവർക്ക് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, എന്തിനാണ് വീഡിയോ എടുക്കുന്നത്, എന്താ ആവശ്യം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അവർ ചോദിക്കുന്നു. അതൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, നമ്മളൊരു യൂട്യൂബ് ചാനലുണ്ട്, അപ്പോൾ അതിലോട്ട് ഇടാനാണെന്നൊക്കെ പറഞ്ഞ് അവരുടെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇവരിപ്പം ബിയർ ബോട്ടിൽ അവർ തൂക്കത്തിനില്ല, എണ്ണത്തിനാണെന്നാണ് പൈസ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 80 പൈസ വെച്ചിട്ട് നമുക്കൊരു ബിയർ ബോട്ടിലിന് കിട്ടുന്നുണ്ട്. പക്ഷേ പ്ലാസ്റ്റിക് കുപ്പിയുടെ വില അറിയില്ല, അതവർ തൂക്കിയിട്ട് ചോദിക്കാം നമുക്ക് എത്രയാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര രൂപ കിട്ടി എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ ഒന്ന് കാണും. നമ്മൾ 2 ദിവസമായിട്ട് പറക്കി ആക്രിയില്ലേ, അതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞില്ല, അതെല്ലാം കൂടെ കൊണ്ട് നമ്മൾ ആക്രി കടയിൽ കൊടുത്ത് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഏകദേശം ഒരു എത്ര രൂപയുടെ 530 രൂപയുടെ കച്ചവടം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ പൈസ വെച്ച് എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ തന്നെ കാണണം, സഹകരിക്കണം, വീഡിയോസ് കാണണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. പിന്നെ ചെറിയൊരു യൂട്യൂബ് ചാനലാണ്, വലിയ സബ്സ്ക്രൈബ് കാര്യങ്ങളൊന്നുമില്ല, ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്കണം. പൊന്നു ഒരു ചാനൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം.